നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആർമി ഡെൻ്റൽ ക്രോപ്സ് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഷോർട്ട് സർവീസ് കമ്മീഷനാണ്, ഓഫീസർ റാങ്കിലേക്കുള്ള പോസ്റ്റിംഗ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം. നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 18 ഓഗസ്റ്റ് 2025 ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. 17 സെപ്റ്റംബർ 2025 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ 30 ഒഴിവുകളാണ് നിലവിൽ ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 45 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ആർമി ഡെൻ്റൽ ക്രോപ്സിലേക്ക് അപേക്ഷിക്കാനുള്ള റിക്വയർഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BDS ആൻഡ് MDS ആണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജ്, യൂണിവേഴ്സിറ്റി എന്ന് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് രജിസ്റ്റേർഡ് എന്ന് പറയുന്നുണ്ട്. രജിസ്റ്റേർഡ് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ഡെൻ്റൽ കൗൺസിലിൻ്റെ കീഴിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് സ്കോർഡ് മാൻഡേറ്ററിലി മിനിമം 55% മാർക്ക് ഇൻ ഫൈനൽ ഇയർ BDS. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഓഫ് ഓൾ സബ്ജക്റ്റിൽ 55% നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തം സബ്ജക്റ്റിൽ നിന്ന് 55% മാർക്ക് സ്കോർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഷുഡ് ഹാവ് ആൻ MDS ഡിഗ്രി എന്നുള്ള കാര്യം കൂടി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള സെലക്ഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിന് പരീക്ഷയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നെ മെഡിക്കൽ ടെസ്റ്റ്, ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ഷൻ പ്രോസസ്സ്. സ്ക്രീനിങ് ഉണ്ടാവും, അപ്ലൈ ചെയ്തവർക്ക് സ്ക്രീനിങ്, പിന്നെ കോൾ ലെറ്റർ, പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷനായിട്ട് വരുന്നത്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ആൺകുട്ടികൾക്ക് 157 സെൻറ്റിമീറ്റർ വേണം, പെൺകുട്ടികൾക്ക് 147 സെൻറ്റിമീറ്റർ വേണമെന്ന് ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈറ്റ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പറയാനുള്ളത്. സോ ഇതിന് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ദെൻ ഓൾസോ ഈ ഒരു നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. ഡിസ്ക്രിപ്ഷൻ ശരിയായ രീതിയിൽ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. കാരണം കുറച്ച് കുട്ടികളെങ്കിലും ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് നോക്കി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, ഈ കാണുന്ന നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ലിങ്ക് എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.